ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ജോസ്മി കേട്ടോ. ഞാൻ ഒന്ന് ജിമ്മിൽ പോകാൻ വേണ്ടി റെഡിയാവുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഇപ്പം പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസഹിക്കബിളാണ്. ടാൻ ഏത് വഴി കൂടെ നമുക്ക് തീർച്ചയായിട്ടും വന്ന് കയറും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പം ഞാനിപ്പോൾ എൻ്റെ സൺസ്ക്രീൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ എന്ന് ഞാൻ ഓർത്ത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കയ്യോടെ എൻ്റെ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിവ്യൂ പോലെ ഇടാം. ഇപ്പം ഞാൻ ഏതാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പറയാമെന്ന് ഓർത്ത്. ഞാനിപ്പോൾ പല സൺസ്ക്രീൻ നമുക്കിപ്പം നന്നായിട്ട് യൂസ് ചെയ്യണല്ലോ. ഇപ്പോൾ കയ്യിലായാലും കഴുത്തിലാണെങ്കിലും ഫേസിലാണെങ്കിലും ഒക്കെ നമ്മൾ സൺസ്ക്രീൻ നന്നായിട്ട് യൂസ് ചെയ്തിരിക്കണം. അതിപ്പം ഇത്രയും സൺലൈറ്റ് ആണെങ്കിലും അല്ലെങ്കിലും വീട്ടിലിരിക്കുമ്പോൾ കൂടെ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം വീട്ടിലും ഡേ ലൈറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ. അപ്പം അങ്ങനെ സൺസ്ക്രീൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഫേസിൽ ടാൻ വരൽ കുറഞ്ഞതും എൻ്റെ സ്കിന്നിനെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതും ഈ സൺസ്ക്രീൻ ഡെയിലി ഉള്ള എൻ്റെ ഉപയോഗം കൊണ്ടാണ് കേട്ടോ. സൺസ്ക്രീൻ ഞാൻ എൻ്റെ സ്കിന്നിനെ ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ വെച്ചാൽ പല ബ്രാൻഡുകൾ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഒരു ബ്രാൻഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല, പല ബ്രാൻഡുകൾ ഞാൻ ട്രൈ ചെയ്യും. കാരണം ഓരോന്നും എങ്ങനെയാണ് നല്ലതാണോ, ഒന്നിനേക്കാൾ ബെറ്റർ ആണോ മറ്റത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പലതും ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് ഒരു ഗ്ലോ ഫിനിഷ് കിട്ടുന്ന സൺസ്ക്രീനാണ്. അത് മോയ്സ്ചറൈസർ ആയാലും എന്താണെങ്കിലും ഞാൻ ഒരു ഗ്ലോ ഫിനിഷ് കിട്ടുന്ന ഒരു സാധനമേ ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ. കാരണം എൻ്റെ സ്കിൻ ഡ്രൈ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫേസ് ഇങ്ങനെ ഭയങ്കര ഗ്ലോയിൽ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഡ്രൈ സ്കിന്നുകളുടെ ഒരു രോദനമാണ്, നമ്മുടെ ഫേസ് അങ്ങനെ അല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വാങ്ങിയിരിക്കുന്ന സൺസ്ക്രീൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കാരണം എനിക്കത് ഉപയോഗിച്ചിട്ട് ഓൾമോസ്റ്റ് അതിൻ്റെ ട്യൂബ് തീരാനായിട്ടോ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ഫേസിൽ അത്യാവശ്യം നല്ല ഗ്ലോയും കാര്യങ്ങളും തരുന്നുണ്ട്, സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല SPF 50+ ഉണ്ട്. ഒരു ഗ്ലോ സൺസ്ക്രീൻ തന്നെയാണ് അറിയപ്പെടുന്നത്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോക്സ്റ്റൈലിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ്. ഇത് സ്ക്രീൻ മിററിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തിരിഞ്ഞായിരിക്കും കാണുന്നത്. ഇത് ഫോക്സ്റ്റൈൽ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഫോക്സ്റ്റൈൽ ഗോൾഡൻ അവർ ഗ്ലോ സൺസ്ക്രീൻ SPF 50+, സോ SPF 50 PA4+ ആണുള്ളത്. പ്രിവെൻറ്റ്സ് ടാൻ ആൻഡ് ബൂസ്റ്റ് ഗ്ലോ, വിറ്റമിൻ C+, നിയാസിനമൈഡ്, പിന്നെ ഓൾ സ്കിൻ ടൈപ്പ് 50 ml. ഈ ഒരു 50 ml ഞാനിത് സ്മിറ്റൺ എന്നാണ് വാങ്ങിയത്. സ്മിറ്റണിൽ 1312 ആയിരുന്നു, 312 രൂപ. ആമസോണിൽ ഞാൻ നോക്കുമ്പോൾ ഇതിന് 303 രൂപ, 303 ആണ് ഞാനിപ്പോൾ 302 ആണ് ഞാനിപ്പോൾ നോക്കിയപ്പോൾ കണ്ടത് കേട്ടോ. മേ ബി ഷിപ്പിംഗ് ചാർജും കൂടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നിന്നാണെങ്കിലും സ്മിറ്റണിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് എവിടെ നിന്നാണെന്ന് വെച്ചാൽ വാങ്ങാം. ആമസോണിലാണ് ഇപ്പോൾ കുറച്ചും കൂടി ഞാൻ നോക്കിയിട്ട് റേറ്റ് കുറവ്. അപ്പോൾ ആമസോണിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇനി ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇത് ഞാൻ എൻ്റെ ഫേസിൽ സാധാരണ ചില സൺസ്ക്രീനൊക്കെ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് സ്വെറ്റായി പോകും. നമ്മൾ സ്വെറ്റ് ആകാൻ നേരത്ത് അതും കൂടി ഇങ്ങനെ ഒലിച്ചൊലിച്ച് ഇറങ്ങിപ്പോകും. പക്ഷെ ഇതിനെ സംബന്ധിച്ചിട്ട് നിങ്ങളിത് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഈ ട്യൂബിൻ്റെ ഇത്രയും ഞാൻ യൂസ് ചെയ്തു. ഞാൻ ഓൾറെഡി എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാനൊരു കുറച്ചും കൂടെ ഞാനൊന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് നമ്മളിങ്ങനെ 2 ഫിംഗർ നമ്മൾ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മുടെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഞാൻ മാക്സിമം വാരി പൊത്തും കേട്ടോ സൺസ്ക്രീൻ. ഇപ്പം ഞാൻ സൺസ്ക്രീൻ മാക്സിമം എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നടക്കാറേ. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല പോലെ എൻ്റെ സ്കിന്നിന് പണി കിട്ടും. അപ്പം ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു വൈറ്റ് കാസ്റ്റ് ഉള്ളത് പോയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് വൈറ്റ് കാസ്റ്റ് നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള വൈറ്റ് കാസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് അബ്സോർബായി നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടോണിലേക്ക് ഇത് സ്കിൻ ടോണായിട്ട് മാറിക്കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന് പിന്നെ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. ഗ്ലോ മാത്രമല്ല ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടെ നമ്മുടെ സ്കിന്നിന് തരുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കണ്ട എൻ്റെ ഫേസിൽ ഞാനിത് അപ്ലൈ ചെയ്തു. കയ്യിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് നല്ല കേട്ടോ. എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് നല്ല അത്യാവശ്യം ഒരു ഹൈലൈറ്റിങ് ഫീല് ഇത് വരുന്നുണ്ട്. ഇത് നമ്മൾ ഈ അപ്ലൈ ചെയ്ത് ഇമ്മീഡിയറ്റ് ടൈമിൽ മാത്രം വരുന്നത് ഒരു സംഭവമല്ല കേട്ടോ. കുറേ നേരത്തേക്ക് ഉണ്ടാവും. ഇപ്പം ഞാൻ ജിമ്മിൽ പോയി തിരിച്ചു വന്നാലും എൻ്റെ ഫേസിൽ ഈ ഒരു ഹൈലൈറ്റിങ് ഫീൽ അല്ലെങ്കിൽ ഒരു ഗ്ലോ ഉണ്ടാവും. ഇപ്പം നന്നായിട്ടൊക്കെ സ്വെറ്റ് ആയി കഴിഞ്ഞാൽ ജിമ്മിൽ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ സ്വെറ്റ് ആവും. സ്വെറ്റ് ആയി കഴിഞ്ഞാൽ വൈപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് കുറേയൊക്കെ പോകും. എന്നാൽ ഈ സൺസ്ക്രീൻ ഇരിക്കുന്ന ഭാഗത്ത് ആ ഒരു ഗ്ലോ അത് തന്നെ ഉണ്ടാവും. അല്ലാതെ ഇപ്പം സ്വെറ്റായിട്ട് ഇപ്പം നമ്മളിപ്പം അപ്ലൈ ചെയ്തു എന്നിട്ട് സ്വെറ്റായിട്ട് ഈ വേർപ്പെല്ലാം കൂടെ കണ്ണിലോട്ടൊക്കെ ഇറങ്ങി വരുന്ന അങ്ങനെ പരിപാടികളൊന്നുമില്ല. വേർക്കുന്നുണ്ട്, അത് നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വേർപ്പല്ല. അത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വെറ്റിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ. കാരണം ഇതിന് മുമ്പ് ചില സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അത്
അപ്ലൈ ചെയ്തതിന്റെ ഭാഗമായി എനിക്ക് പെട്ടെന്ന് സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും തന്നെയില്ല. നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ രാവിലെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സൺസ്ക്രീൻ എടുത്തിട്ടാണ് ഞാൻ നോർമലി എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ നടക്കാറ്. കാരണം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. സൺസ്ക്രീനിൻ്റെ SPF 50 ഉണ്ടല്ലോ, സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഫോക്സ്ടെയിൽ എന്ന് പറയുന്ന ബ്രാൻഡ് മൊത്തത്തിൽ അത്യാവശ്യം നല്ല ഹൈപ്പിൽ ഓടുന്ന ഒരു സംഭവം തന്നെയാണല്ലോ. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യാം എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഫോക്സ്ടെയിൽ ഞാൻ വാങ്ങിയത്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ബ്രാൻഡ് വാങ്ങും കേട്ടോ. ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ മാറി ട്രൈ ചെയ്യാനാണ്. ഏതായാലും ഫോക്സ്ടെയിലിൻ്റെ ഈ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ സ്കിന്നിനെ നല്ല രീതിയിൽ സ്മൂത്ത് ആക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു ഗ്ലോയും തരുന്നുണ്ട്. പിന്നെ വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഇല്ല. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും വൈറ്റ് കാസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. ഞാൻ അപ്ലൈ ചെയ്തതിൻ്റെ ആ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഒരു ഓക്സിഡൈസ്ഡ് ആയ പോലെ സംഭവം മൊത്തത്തിൽ ഇതങ്ങോട്ട് സംഭവം അബ്സോർബായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് നിൽക്കും. ഒരു വൈറ്റ് കാസ്റ്റും ഇല്ല. പക്ഷെ അപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് കൈ കിട്ടുമ്പോൾ നമുക്ക് ട്യൂബിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാകുമല്ലോ എന്നുള്ളത്. പക്ഷെ അപ്ലൈ ചെയ്യാൻ നേരത്തും ആ ഒരു വൈറ്റ് കാസ്റ്റ് അവിടെ ഉണ്ടാവും. പക്ഷെ കുറച്ച് മൊത്തത്തിൽ അബ്സോർബ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആ വൈറ്റ് കാസ്റ്റ് അവിടെ ഉണ്ടാവത്തുമില്ല കേട്ടോ. സംഭവം അടിപൊളിയാണ്. എനിക്ക് നല്ലപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല പോലെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ, കാരണം ഒരുപാട് അങ്ങോട്ടേക്ക് ഗ്ലോ ഇല്ല. ഒരു നോർമൽ ഗ്ലോ ആണ്. ഇതൊരു ഗ്ലോ സൺസ്ക്രീൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അത്രയും ഒരു എക്സ്ട്രീം ലെവലോട്ട് ഗ്ലോ ഒന്നും വരുന്നൊന്നുമില്ല. ഒരു 80%ഓളം ഗ്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓയിലിക്കാർക്കും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. സെൻസിറ്റീവ് സ്കിന്നുകാർ നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അനുവാദത്തോടു കൂടി അവരോട് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഫോക്സ്ടെയിൽ ആയാലും നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം നല്ല ബ്രാൻഡും കാര്യങ്ങളുമാണ്. പാരബൻ ഫ്രീ ഒക്കെ ആണെന്നാണ്, അതെ പാരബൻ ഫ്രീയും കാര്യങ്ങളൊക്കെയാണ് ഫോക്സ്ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു ഹൈപ്പിലുള്ള ഒരു ബ്രാൻഡുമാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൺസ്ക്രീൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ, ഗ്ലോ ആഗ്രഹിച്ച് സൺസ്ക്രീൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, വൈറ്റ് കാസ്റ്റ് നിങ്ങൾക്ക് താല്പര്യമില്ല, സ്കിന്നിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, അതുപോലെ നല്ലപോലെ ഗ്ലോയും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഫോക്സ്ടെയിലിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്തിട്ടോ. ഇനിയിപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ബ്രാൻഡുകൾ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ കൈ കിട്ടി, അത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെയൊക്കെ റിവ്യൂ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.